ഏതൊക്കെ ആൾക്കാരിലാണ് സാർ പ്രധാനമായും ടി ബി അസുഖം ബാധിക്കുന്നത്? ആരും ടി ബിയിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ല. എനിബഡി ക്യാൻ ഗെറ്റ് ടി ബി. പക്ഷേ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടി ബി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വി കോൾ ദം ആസ് ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്. ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ടി ബി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു സാധാരണ ആൾക്കാർക്ക്. അത് ഏതൊക്കെ കാറ്റഗറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പീപ്പിൾ വിത്ത് ഹയർ ഇൻഫെക്ഷ്യസ് ഇനോക്കുലം. എന്താണ് ഹയർ ഇൻഫെക്ഷ്യസ് ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബഡി ഹാസ് വീട്ടിൽ ആർക്കെങ്കിലും ഇപ്പം ടി ബി, ലങ്ങിൻ്റെ ടി ബി വന്നു, അതൊരു കാവിറ്ററി ലീഷനാണ്. അപ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഹൈ ഇൻഫെക്ഷ്യസ് റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ടി ബി കിട്ടാനുള്ള സാധ്യത വളരെ കൂടും. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ടി ബി എല്ലാം എയറസോൾ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ എയറസോൾ. അപ്പോൾ ഒരു ഹൈ ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പുള്ള ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ അവിടുത്തെ മെയ്ഡ്സോ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ഡ്രൈവേഴ്സോ ആരെങ്കിലും ജോലിക്കാർക്കോ ഇങ്ങനെ ഒരു ടി ബി ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്.